മറ്റ് വാർത്തകളിലേക്ക് കടക്കാം. ഒഡീഷയിൽ വൈദികർക്കെതിരായ ആക്രമണം മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷത്തിനുമെതിരെയുള്ള അതിക്രമമെന്ന് CBCI അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്. വൈദികർ അധിക്ഷേപം നേരിട്ടു. ആക്രമണം നടത്തിയത് തീവ്രവാദികളാണ്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ കഴിയണം. കേന്ദ്രവും അതാത് സംസ്ഥാനങ്ങളും ഇടപെടണമെന്നും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ബന്ധപ്പെട്ട സർക്കാരുകൾ എല്ലാ സർക്കാരുകളോടും ഞാനിപ്പോൾ സംസ്ഥാനവും ഇതിലുണ്ട് അവരോട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന കാത്തു സൂക്ഷിക്കാൻ സർക്കാരുകൾ നടപടിയെടുക്കണം. അത് കേന്ദ്രമാണെങ്കിൽ സംസ്ഥാനം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനുറപ്പാക്കണം. അതുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയ പാർട്ടി പറയുന്നില്ല, എല്ലാവരും അവരവരുടേതായ രീതിയിലുള്ള വ്യാഖ്യാനമല്ല. സത്യം അറിഞ്ഞ് ഇത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്, ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ഇങ്ങനെ ശരിയാണ് ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ഒരു ആക്രമണങ്ങൾ എന്ന് തന്നെ പറയാം. അത് ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും ഉണ്ട്. ഇപ്പോൾ ഞാൻ മറ്റു സ്ഥലങ്ങളിൽ പോയിരുന്നു, അവിടെയും ചില രാജ്യങ്ങളിൽ ഇതുമുണ്ട്. അതുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമാധാനവും സന്തോഷവും എല്ലാവർക്കും സഹവർത്തിത്വത്തിനും വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇതിൽ ഏറ്റവും ഉറപ്പുവരുത്തേണ്ടത് സർക്കാരുകളുടെ ഭാഗത്തു നിന്നാണ്. ആര് ഭരിച്ചാലും, ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും. ഡാനി പോൾ വിവരങ്ങളുമായി ചേർന്നു. ഡാനി, ഇതിൽ വിമർശനം BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ കൂടിയാണോ, അതോ ഒരു വ്യക്തമായിട്ടുള്ള ഒരു വിമർശനം എന്ന രീതിയിൽ ഇതിനെ എടുക്കേണ്ടതുണ്ടോ? ഒരു സഭയുടെ നിലപാട് കൂടി ഇതിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആൻഡ്രൂസ് താഴത്ത് എന്നുകൂടിയാണോ? അപർണ, ഇതിൽ വിമർശനമുണ്ട്. അത് കേന്ദ്ര സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകൾ, അതത് സംസ്ഥാന സർക്കാരുകൾ അവർ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ പോലും ഇതിൽ കേന്ദ്ര സർക്കാരിനെ പേരെടുത്ത് പറയാൻ BJP നേതൃത്വം നൽകുന്നിടങ്ങളിൽ ഇതെല്ലാം തന്നെ സംഭവിക്കുന്നുവെന്ന് പറയാൻ ഈ CBCI അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ്. കാരണം അങ്ങനെ പേരെടുത്തുള്ള ഒരു വിമർശനത്തിലേക്ക് കടക്കുന്നില്ല. സംഘടനകളെ, ബജ്രംഗ് ദൾ പ്രവർത്തകർ അവിടെ ആക്രമിച്ചു എന്ന് മാത്രമാണ് അത് പറയുന്നത്. ഇതിൽ കൃത്യമായ ഒരു നിലപാട് കേന്ദ്ര സർക്കാർ എടുക്കണം എന്നതൊക്കെ എല്ലാം തന്നെ പറയുമ്പോൾ ഇതിൽ ഒരു രാഷ്ട്രീയപരമായ രീതിയിലേക്ക് പോകുന്നില്ല എന്നത് ശ്രദ്ധേയം തന്നെയാണ്. ഇത് തന്റെ അഭ്യർത്ഥന എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പൊതു വികാരത്തിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. താൻ പ്രതിപക്ഷത്തോടു കൂടി തന്നെ ഇത് അഭ്യർത്ഥിക്കുന്നത്. എല്ലാവരോടും തന്റെ അഭ്യർത്ഥന ഇതാണ്. ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ തന്നെയാണ് കൃത്യമായ രീതിയിലുള്ള ഒരു ആക്രമണവും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുന്നു. ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവർക്കെതിരെ പ്രത്യേകിച്ചും ഈ ആക്രമണം വർദ്ധിക്കുകയാണ് എന്നതെല്ലാം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരിടമായി രാജ്യം മാറണം. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ അതത് സർക്കാരുകൾ ഒരുക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ജബൽപൂരും അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിലും അടക്കം ഇപ്പോൾ ആ വിഷയങ്ങൾ സംഭവിച്ചിരുന്നു. അതത് സർക്കാരുകൾ, അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ അത് സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ശാരീരിക അധിക്ഷേപം, ശാരീരികമായി ഉപദ്രവിക്കൽ ഇത്തവണ ഉണ്ടായില്ല. പക്ഷെ വാക്കുകൾ കൊണ്ട് വല്ലാതെ രീതിയിൽ അധിക്ഷേപിക്കുകയുണ്ടായി. അവർ കുർബാന അർപ്പണത്തിന് പോകുന്നവർക്ക് നേരെയാണ് ഇതുണ്ടായത് എന്നതെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ പേരെടുത്ത് പറയുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഡാനി പോൾ വിവരങ്ങൾ നൽകിയത്.